അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിന്റെ തല നന്നാക്കുന്നതിന് മുമ്പ്, നിന്റെ ശരീരം മേലിഴക് കൂട്ടുന്നതിന് മുമ്പ് ഖദ് അഫ്ലഹ മൻ സക്കാഹാ, നിന്റെ മനസ്സിനെ നീ ഭംഗിയാക്കിക്കോ. വഖദ് ഖാബ മൻ ദസ്സാഹാ, എത്ര പ്രസംഗിച്ചാലും, എത്ര നിസ്കരിച്ചാലും, എത്ര സ്വരക്ക ചെയ്താലും, എത്ര റമദാനിൽ പൊട്ടിക്കരഞ്ഞു പോയാലും നിന്റെ മനസ്സ് ദുഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടു പോയി എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, ആദ്യം നന്നാക്കേണ്ടത് മനസ്സിനെയാണ്. നിന്റെ മനസ്സിനെ എങ്ങനെയാ നന്നാക്കേണ്ടത്? എങ്ങനെയാ മനസ്സിനെ നന്നാക്കുന്നത്? സഹോദരിമാരെ, മനസ്സിന്റെ അകത്ത് ആവശ്യമില്ലാത്ത ദുർഗുണങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് പുറത്ത് കളയണം. 1 അസൂയ, 2 അത്യാഗ്രഹം, 3 കുശുമ്പ്, 4 അഹങ്കാരം, 5 ആർത്തി. ഇതൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാർ ഉണ്ടോ? വളരെ കുറവാണ്. ഇതൊന്നും ഇല്ലാത്ത സഹോദരിമാരുണ്ടോ? പെരുന്നാളിന്റെ അന്ന് വിലപിടിപ്പുള്ള ഒരു പർദ, വിലപിടിപ്പുള്ള ഒരു സാരി ഏതെങ്കിലും ഒരു പെണ്ണെടുത്തു പോയാൽ അയൽവാസിയായ സഹോദരി അപ്പുറത്തെ സൂറ ചോദിക്കും, എടീ ആയിഷ നീ കണ്ടോ, ആരിഫ എടുത്ത സാരി കണ്ടായിരുന്നു? നമുക്ക് കാണണ്ടേ. എന്തുകൊണ്ടാ? അസൂയ കൊണ്ടാ അല്ലേ? നമുക്കൊന്നും എടുക്കാനൊന്നും വേറെ ആരുമില്ലേ എന്ന് പറഞ്ഞ അസൂയ കൊണ്ട് പറയാം മനസ്സ്. പക്ഷെ റമദാനം പൊത്തംസ്കരിച്ച് തഴമ്പതാ ഇവിടെ വന്ന് പിറവിടെ നോക്കിയാൽ മതി. നിസ്കാര പിന്നെ പായുടെ പകുതി പൊളി ഇപ്പോഴും ഒട്ടി നെറ്റിയിരിക്കുക. അത്രയ്ക്ക് സുലുതി കിടന്ന നിലവിളിയായിരുന്നു. പക്ഷെ അസൂയ മാറിയോ? അതുകൊണ്ട് നിന്റെ ഇബാദത്ത് പടച്ചവരെടുത്ത് ആവശ്യമില്ല. എത്രയോ ചെറുപ്പക്കാർ തസ്ബീഹുമാല കയ്യിൽ വെച്ചുകൊണ്ട് എത്രയോ അല്ലാഹുവിന്റെ പള്ളിയുടെ നടയിലിരിക്കും, അല്ലാഹുവിന്റെ പള്ളിയുടെ നടയിലിരിക്കും. പറയുന്നത് മുഴുവനും ഫസാദ്. ഈ റമദാനിന്റെ പകുതി കൂടുതൽ നോമ്പും സരിത കൊണ്ടുപോയി, ശാലുമേനും കൊണ്ടുപോയി, എല്ലാരും കൊണ്ടുപോയി. കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോഴും പാപ്പാരി ചോദിക്കും, നീ സരിതയെ കണ്ടായിരുന്നോ? എങ്ങനെ വിളിക്കാതിരിക്കൂടെ? ചോദിക്കുക, നോമ്പ് തുറക്കാഹുവേ പടച്ചവരെ. സൗദി അറേബ്യയുടെ കാരയ്ക്ക് കൊണ്ട് മുറിക്കുമ്പോഴും സരിതയ്ക്കാ കൊടുക്കുന്ന ഫസ്റ്റ്. കൊണ്ടുപോയില്ലേ പകുതിയിൽ കൂടുതൽ? റമദാനും പെരുന്നാളും ഒക്കെ ആ രീതിയിലൂടെ നശിപ്പിച്ചില്ലേ? പോട്ടെ, രാഷ്ട്രീയ ചർച്ചകൾ പോട്ടെ, ബാക്കിയുള്ള നമ്മുടെ നാടൻ ചർച്ചകളിലേക്ക് വന്നാൽ അയൽവാസികളെ കുറിച്ച് 10 വർത്തമാനം പറയാറ് ഉറക്കം വരുവോ പെങ്ങളെ? നാട്ടിലുള്ളവരെ കുറിച്ച് 10 പറയാറ് സമാധാനമുണ്ടോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് ആദ്യം നിന്റെ മനസ്സ് നന്നാക്കുക. എല്ലാ ദുർഗുണങ്ങളെയും ദൂരേക്ക് വലിച്ചെറിയുക. അൽ ഹസദു യഅകുലുൽ ഹസന കമാ തഅകുലുൻ നാറുൽ ഹത്തബ. തീവിറകിനെ തിന്നുന്ന പോലെ അസൂയ നിന്റെ നന്മകളെ മുഴുവനും തിന്നു തീർക്കുന്നതാ. റമദാൻ 29 രാത്രിയും പകലുമായി പൊട്ടിക്കരഞ്ഞു പോയ നിന്റെ നന്മകളെ മുഴുവനും നിന്റെ മനസ്സിൽ വന്ന അസൂയ ഇല്ലേ? അയൽവാസിക്ക് പെരുന്നാളിന്റെ കിട്ടിയ സമ്മാനം കണ്ടിട്ട് അസൂയ വെക്കുന്നില്ലേ? പണം കണ്ടിട്ട് അസൂയ വെക്കുന്നില്ലേ? വീട് കണ്ടിട്ട് അസൂയ വെക്കുന്നില്ലേ? അത് കാണുമ്പോ അതോടുകൂടി സർവ്വതും നശിച്ചു പോകുന്നതാണ്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി സുൽഫി വന്നിരി അന്റെ കസരെടുത്തോടെ വള്ളക്കടവിലെ ഉണ്ടാക്കി വന്നിരിക്കുക. ഇതേ സുൽഫി. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിയിട്ട് നാട്ടിൽ വന്നൊരു വീട് വെച്ചു. 2 കൊല്ലം നിന്നു. നാട്ടിൽ വന്നൊരു വീട് വെച്ചാൽ എന്താ മൊത്തം പറയുന്നത്? നാട്ടിലെ ചർച്ച. പെരുങ്കുളത്തുള്ളവരൊക്കെ പറയും, എടാ മറ്റേ സുധീർ 2 വർഷം പോയി അടിപൊളി വീട് വെച്ചത്. ഏതാ അറബിയെ പറ്റിച്ച് എത്തിക്കാനാക്കിട്ട് വന്നതാണ്, അല്ലാതെ അവനെവിടെ നിന്ന് പൈസ? അവന് മാത്രം കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയ ഉണ്ടാവില്ല. യുവമാര് പോയി കഴിഞ്ഞാണ്ടല്ലോ, അല്ലാഹുവേ അവസരം കൊടുക്കണം. അവസരം കക്കാനും നക്കാനും ഒരു അവസരം കിട്ടിയാൽ ആരാണ് മാറി നിൽക്കുന്നത്? സഹോദരൻ, ആരാ മാറി നിൽക്കുന്നത്? എല്ലാവരും മുമ്പന്തിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് ഒരാൾക്ക് കിട്ടുന്നത് കണ്ട് മാറിയിരുന്നു കൊണ്ട് ഈ അസൂയയും കുശുമ്പും എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറും, അന്നേ നമ്മുടെ യുവതലമുറ നന്നാവുകയുള്ളൂ.